നമഃശിവായ. ശ്രീ സദ്ഗുരുഭ്യോ നമ. ഏവർക്കും നമസ്കാരം. ഇന്നിവിടെ നൃത്തനാഥനായ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു അരങ്ങേറ്റ പരിപാടി നടത്തുക എന്നുള്ളത് തന്നെ വളരെ 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 പുണ്യമായ പരിപാവനമായ ഈ വേദിയിൽ അത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലേ, ഒരു നൃത്ത അരങ്ങേറ്റം എന്ന് പറയുമ്പോൾ അത് അരങ്ങേറുന്ന ആ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വീട്ടുകാർക്കും അവരുടെ അധ്യാപകർക്കും അവരെ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഏറെ സന്തോഷമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. ഇന്നിവിടെ ശിവരഞ്ജിനി നൃത്തവിദ്യാലയത്തിൻ്റെ കുട്ടികളുടെ നൃത്ത അരങ്ങേറ്റം നടക്കുമ്പോൾ പതിവിൽ കവിഞ്ഞ ഒരു സന്തോഷവും അഭിമാനവുമൊക്കെ നമുക്കെല്ലാവർക്കുമുണ്ട്. കാരണം ഇത് ശിവരഞ്ജിനി സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ സിൽവർ ജൂബിലി വർഷമാണ്, 25ാമത് വർഷമാണ്. അപ്പം അത് വളരെ പ്രത്യേകതയോടുകൂടിയുള്ള ഒരു വേദിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് ഈ പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കാനായിട്ട് പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ വന്നു ചേരും എന്നറിയിച്ചിട്ടുണ്ട്. അവർ എത്തുന്നേ ഉള്ളൂ. പരിപാടികളുടെ ആദ്യത്തെ ഒരു പടി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ വിളക്ക് കൊളുത്താനായിട്ട് ശിവരഞ്ജിനി സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ശ്രീല നല്ലേടം, ശ്രീല ടീച്ചറെ, കുട്ടികളുടെ ടീച്ചറമ്മയെ, അരങ്ങേറ്റം നടത്തുന്ന കുട്ടികളെയും സന്തോഷത്തോടെ ഒരുപാട് സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കും. അപ്പോൾ ഇന്നത്തെ ഈ നൃത്ത അരങ്ങേറ്റ സന്ധ്യ ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് ഇന്നിവിടെ എത്തിച്ചേരാനായിട്ട് നാം എല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ചലച്ചിത്ര താരം ശ്രീ ഷാജു ശ്രീധർ, അദ്ദേഹത്തിൻ്റെ പത്നിയും നർത്തകിയും മുൻ ചലച്ചിത്ര താരവുമായ ശ്രീമതി ചാന്ദിനി ഷാജു എന്നിവരാണ്. അവർ ഉടനെ തന്നെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്, ഓൺ ദ വേ ആണ്. അപ്പോൾ അവർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം പറയുന്നു. ഏവർക്കും പരിചിതനായ ടെലിവിഷൻ ചലച്ചിത്ര താരം ശ്രീ വിനോദ് കോവൂർ അല്പം മുൻപ് ഇവിടെ എത്തി സാന്നിധ്യം അറിയിച്ചിരുന്നു. വ്യക്തിപരമായ ചില തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് പോകേണ്ടി വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അദ്ദേഹത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതമരുളുന്നു. വീണ്ടും ചലച്ചിത്ര താരം ശ്രീ ഇർഷാദ്, അദ്ദേഹവും മനസ്സുകൊണ്ട് ഇവിടെ ഉണ്ട് എന്നറിയിച്ചിട്ടുണ്ട്. എത്തിച്ചേരാൻ പറ്റാത്തതിൽ വിഷമം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും സ്വാഗതം അരുളുന്നു. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് നിങ്ങൾ ഓരോരുത്തരെയും, വേദിയിലും സദസ്സിലുമിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയുമാണ്. കുട്ടികളുടെ രക്ഷിതാക്കളും ബന്ധുക്കളും എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. വേദിയിൽ നമ്മളോടൊപ്പമുള്ളത് ശ്രീമതി ഭാഗ്യലക്ഷ്മി ഗുരുവായൂർ. ഇന്ന് വായ്പാട്ട് ഭാഗ്യലക്ഷ്മി ഗുരുവായൂർ. മൃദംഗം വായിക്കുന്നത് ശ്രീ കലാമണ്ഡലം ചാരുദത്ത്. പുല്ലാങ്കുഴൽ ശ്രീ രഘുനാഥ് സാവിത്രി ചാലക്കുടി. വയലിൻ ശ്രീ സുരേഷ് നമ്പൂതിരി ഇരിങ്ങാലക്കുട. ഇവരെ എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. കുട്ടികൾക്ക് ഈ പരിപാടി കണ്ട് നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനവും നൽകി
ഈ പരിപാടിയോടൊപ്പം അവസാനം വരെ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ നൃത്താർച്ചന ആരംഭിക്കാം. Jay
உலகினில் தோன்றிய உயிர்களை காத்திடும் உலகினில் தோன்றிய உயிர்களை காத்திடும் உமை சிவ பாலனாய் உதித்த விநாயகா ஏது முறை ஏந்தினும் வினைகளை தீர்த்திடும் பொறுமையிலே மனத்துற விநாயக 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 ஆனந்த நர்த்தன கணபதி ஆவையே ஆனந்த நர்த்தன கணபதி ஆவையே ஆனந்த நர்த்தன கணபதி ஆவையே ஆனந்த நர்த்தன கணபதி ஆவையே சிதாகார மூலாதார ஓங்கார கஜபதன பரம பரமானந்த நர்த்தன கணபதி ஆவையே சிதாகார மூலாதார ஓங்கார கஜபதன பரம Ram
സാരമുവരാനുഗേയമണം സാരമുവരാനുഗേയമണം ദീനജന മന്ദാരശുഭയമാനം ദീനജന പാസമാനം അസമാനം ഹജമാനം ഭജനസമ്മാനം പാസമാനം അസമാനം ഹജമാനം ഭജനസമ്മാനം പാമകമാരി സരി സഗദന കുനിമിത കിടതനം ഉദക പാമകമാരി സരി സഗദന കുനിമിത കിടതനം ഉദക ധീനുത ധീനുത താം തരീഗത തദീനുത ദീനുത താം തരീഗത താദണ്ണം തരിത തക്കദണ്ണം തരിതൈ താദണ്ണം തരിത തക്കദണ്ണം തരിതൈ താദണ്ണം തരിത തക്കദണ്ണം തരിതൈ താദണ്ണം തരിത തക്കദണ്ണം തരിതൈ ദരി 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 ദിമി 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 കിട 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 ജണു 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 ദിമി പതിനുതം പദ സരസിജം മഗ പമനി മരകതനിവം മദമുഖം പ്രണവനിനതം അജിതം അനഗം ശുഭഗം പരമം കനരാമൃതനം ഏകരതനം തദ്വിത്തകജനും തദികിടതും ഹിത്തകജനും തദികിടതും തകജനും തദികിടതും തദികിടജനു തദികിടതും ഹിത്തകജനു തദികിടതും തകജനു തദികിടതും തദികിടജനു തദികിടതും ഹിത്തകജനു തദികിടതും തകജനും തദികി പരമാനന്ദന ധന ഗണപതിം ഭാവയേ ചിദാരമൂലാധാര ഓംകാര ഗജവദന പരമം പരമാനന്ദന ധന ഗണപതിം ഭാവയേ ചിദാരമൂലാധാര ഓംകാര ഗജവദന പരമം പരമാനന്ദന ധന ഗണപതിം ഭാവയേ ചിദാരമൂലാധാര ഓംകാര ഗജവദന പരമം പരമാനന്ദന ധന ഗണപതിം ഭാവയേ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലേ, ഒരു നൃത്ത വിദ്യാലയം എന്ന് തന്നെയല്ല, ഏതൊരു സംരംഭവും തുടങ്ങി വിജയകരമായ രീതിയിൽ 25 വർഷം പിന്നിടുക എന്ന് പറയുന്നത് ഒട്ടും ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ഒരു 1/4 നൂറ്റാണ്ട് മുൻപ്
ഞാൻ ഊഹിക്കുകയാണ്, ഒരു പക്ഷേ ഒരു 5-10 വിദ്യാർത്ഥിനികളുമായി തുടങ്ങിയ ഈ ശിവരഞ്ജിനി നൃത്തവിദ്യാലയം ഇന്ന് ജില്ലയുടെ പല ഭാഗങ്ങളിലും ബ്രാഞ്ചുകളുണ്ട്. ഇവിടെ ഭാരതത്തിലല്ല വിദേശത്തും ഓൺലൈനായിട്ട് ടീച്ചർക്ക് നിരവധി ശിഷ്യ സമ്പത്തുണ്ട്. അപ്പോൾ ഈ രജത ജൂബിലിയുടെ നിറവിൽ തിളങ്ങി നിൽക്കുന്ന ശിവരഞ്ജിനിയുടെ സാരഥി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീല ടീച്ചർക്ക് വർഷങ്ങളായി ടീച്ചറുടെ ഇടങ്കയും വലങ്കയും ഒക്കെയായിട്ട് ടീച്ചറോടൊപ്പം നിൽക്കുന്ന ചില സീനിയർ വിദ്യാർത്ഥിനികളുടെ ഒരു സ്നേഹസമ്മാനം, സ്നേഹാദരം. ഇത് തന്നെയാണ് ഒരു ടീച്ചറുടെ വിജയം, അല്ലെങ്കിൽ ഒരു ടീച്ചർ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ഈ കുട്ടികൾക്കത് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. വളരെ സന്തോഷം. നമുക്ക് അടുത്ത ഇനത്തിലേക്ക് കടക്കാം. നീത പാമഗരി സ ഗരി ഗമ പദനി സ നീത പാമഗരി സ ഗരി ഗമ दिगदिजं तत्ततकदिगदिजं तत्तजं ततरं दगतिं ततकृतगिदकृतगदिगदिजं तजं ततरं दगतिं ततकृतगिदकृतगदिगदिजं तजं ततरं दगतिं ततकृतगिदकृतगदिगदिजं सा नीद पामगरि स गरि गम पदनि स नीद पामगरि स गरि गम पदनि स नीद पामगरि स गरि गम पदनि स नीद
பாமகரி ச கரி கம ப தனி சா நீ த பாமகரி ச கரி கம ப தனி ச நீ ச நீ ச நீ த பம பதனி தனி ச நீ ச நீ ரி ச நீ ச நீ த பதனி ச நீ த பாமகரி ச கரி கம ப தனி ச கரி கம ப தனி நீ த ம ப கம ப நீ த ம கரி கம ப தனி த ம ப கம ப நீ த ம கரி கம ப நீ த ம ப கம ப நீ த ம கரி கம ப நீ த ம ப கம ப நீ த ம கரி கம ப நீ த ம ப கம ப நீ த த ப ம கரி ச ரே கம ப ம ப த நீ ச நீ ச கரி ரே ச த நீ த நீ ச நீ த ப ப ம கரி ச ரே கம ப த நீ ச நீ த பா ம கரி ச கரி கம ப த நீ ச நீ த பா ம கரி ச கரி கம ப த நீ ச ரி ச நீ நீ ச ரி ச நீ த நீ நீ ச ச நீ நீ த பா ப ப த த நீ நீ ச ச ரி ச நீ நீ ச ரி ச நீ த நீ நீ ச ச நீ நீ த
മഗരി മഗരി സ നീ സരി ഗ മ പദ നീ സ നീ ദ പ മഗരി സ ശ്രീമതി ചാന്ദിനി ഷാജു സ്വാഗതം. ശ്രീ ഷാജു ശ്രീധർ സ്വാഗതം. ശ്രീമതി ദീപ എൻജോയ് ഫെസ്റ്റാസ് സ്വാഗതം. ശിവരഞ്ജനി നൃത്തവിദ്യാലയം രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് ഈ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് വൈകിപ്പോയി, മഴയും കാര്യങ്ങളൊക്കെ പാലക്കാട് നിന്ന് ഇവിടെ എത്താനുള്ള സമയമെടുത്തു. വലിയ സന്തോഷം, ഒരു നിറഞ്ഞ വേദി, അവിടെ 25 വർഷങ്ങൾ പിന്നിടുന്ന ശിവരഞ്ജിനി നൃത്തകലാലയത്തിൻ്റെ കുട്ടികളുടെ അരങ്ങേറ്റത്തിൻ്റെ കൂടെ ആ ഒരു ആഘോഷവും ഒരുമിച്ചാണ്. എല്ലാവരും പ്രോഗ്രാം കാണുന്ന ഈ ഒരു മഴയത്ത് ഈ ഒരു മൂഡിൽ കാണുന്നു. ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത ആക്ച്വലി ഞങ്ങളുടെ കുടുംബത്തിലെ ആളാണ് ഷീല. സാധാരണഗതിയിൽ പഴഞ്ചൊല്ലുകൾ നമ്മൾ പറയും, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന്. ഇത് അരങ്ങിൽ നിന്ന് അടുക്കളയിലേക്ക് ഒരുപാട് വ്ളോഗ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ എവിടെയും പ്രിയപ്പെട്ടവരായി മാറിയത് ഷീല നല്ലയിടം. എന്തായാലും ഇവിടെ ഈ ഒരു അസുലഭ നിമിഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ സന്തോഷം. ഇവിടെ അരങ്ങേറുന്ന, ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും, ബാക്കി മുൻപിലിരിക്കുന്ന എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾക്ക് ശരിക്കും ഇതൊരു ഒഫീഷ്യൽ മീറ്റിംഗ് അല്ല കേട്ടോ, ഞങ്ങളൊരു കുടുംബത്തിലെ ഒരു ഫങ്ഷന് വന്ന പോലെയുള്ളൂ. ശ്രീലേച്ചി നിങ്ങൾക്കുള്ള പോലത്തെ ഞങ്ങളുടെയൊക്കെ ഒപ്പമുള്ളതാണ്. എനിക്ക് ശ്രീലേച്ചിയുടെയും ശ്രീലേച്ചിയുടെ ക്ലാസ്സിനെ കുറിച്ചും പറയാനുള്ളത്, ശ്രീലേച്ചി ക്ലാസ്സിൽ എനിക്കൊന്ന് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഗുരുവാണ്, അമ്മയാണ്, ചേച്ചിയാണ്, കൂടെപ്പിറപ്പാണ്. എന്താണ് അല്ല ഞാൻ പറയാണ്ട് ഇവിടെയുള്ള ഓരോ രക്ഷിതാക്കൾക്കും അറിയായിരിക്കും. അപ്പോൾ ആ ശ്രീലേച്ചിയുടെ 25 വർഷത്തെ പ്രയത്നത്തിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇന്നിവിടെ ഉള്ളത്. അപ്പോൾ ഇതിലൊരു ഈ ഒരു പരിപാടി ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക്, കുറച്ച് കുഞ്ഞുങ്ങൾക്ക് അരങ്ങേറ്റമുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം 25ാം വർഷം ആഘോഷിക്കുന്ന ശിവരഞ്ജിനി നൃത്തവിദ്യാലയത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നിറഞ്ഞ ഒരു വേദിയിൽ ഇത്രയും നല്ലൊരു ഒരു സദസ്സിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം. കാരണം വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് എനിക്ക് ഒപ്പോൾ. അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ കാലങ്ങളായിട്ട് ഒരുമിച്ച് പോകുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ആരെയും ഇങ്ങനെ പുതിയതായിട്ട് കണ്ട ഒരു ഫീലൊന്നുമില്ല. ഈ ഒരു നല്ലൊരു മുഹൂർത്തത്തിൽ, അതും 25 വർഷം, അപ്പോൾ നൃത്തം മാത്രമായിട്ട് 25 വർഷം അല്ലേ, അതിന് ഒരു പാട്ടുകാരി എന്ന നിലയ്ക്കാണ് അപ്പോളിനെ ആദ്യം മുതൽ അറിയുന്നുണ്ടാവും എല്ലാവരും. അതിനുശേഷം നൃത്തത്തിലേക്ക് തിരിഞ്ഞു. അപ്പം ഇത്രയും കാലം, ഇത്രയും വലിയൊരു ജേണി ഇവിടം വരെ എത്തിച്ച് ഇനിയും ഒരു ഇതിലേറെ കടന്നു വന്ന അതുവഴികളിൽ കൂടുതൽ സമയം പോകാനായിട്ട് എല്ലാവിധ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും. പിന്നെ ഈ ഒരു യാത്രയിൽ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും.
എല്ലാവർക്കും ഇന്നിവിടെ പരിപാടികൾ അവതരിപ്പിക്കുന്ന കുഞ്ഞുമക്കൾക്ക് നല്ല ആശംസകൾ നേരുന്നു. കൂടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.
நடனம் ஆடினார் வெகு நாகரீகமாகவே கனக சபையில் ஆனந்த 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 நடனம் வெகு நாகரீகமாகவே கனக சபையில் ஆனந்த நடனம் ஆடினார் 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 வெகு நாகரீகமாகவே கனக சபையில் ஆனந்த நடனம் வடக்கு இலையில் முன்னாள் மாமுனி கருள் செய்தபடி தவறாமல் தில்லை பதியில் வந்து தைமாடத்தில் கூட்டு பூசத்தில் பகல் நேரத்தில் வடக்கு இலையில் முன்னாள் மாமுனி கருள் செய்தபடி தவறாமல் தில்லை பதி
சேஷன் தலை நடுங்க கண்டமதிர கங்கை துளி சிதற பொன்னாடவரும் கொண்டாட அஷ்ட திசையும் கிடுகிடுங்க சேஷன் தலை நடுங்க கண்டமதிர கங்கை துளி சிதற பொன்னாடவரும் கொண்டாட இஷ்டமுடனே கோபால கிருஷ்ணன் பாட சடையாட அறவும் பணமாட அதின் பணமாட தோம் தோம் என பதவிகள் தந்தோம் என அஷ்ட திசையும் கிடு கிடங்க சேஷன் தனி நடங்க கண்டமதிர கங்கை துணி சிதற பொன்னாடவரும் கொண்டாட இஷ்டமுடனே கோபால கிருஷ்ணன் பாட சடையாட அறவும் பணமாட அதின் பணமாட தோம் தோம் என பதவிகள் தந்தோம் என தாந்த கிட்ட தகதம் தகணும் தரிகும் தரிரீனும் தென்னுத்த தகனம் தரினம் தரிகும் தரிதத்தினுதினுத தீட்லாம் தீட்லாம் தீதாகததஜனோ தனோ தடீம் தீம் குத தெய்யரத்தி மிக கிட்ட தகிட தஜகஜனு தக்கிட கிடதாம் திக்கிட கிடதை தத்தோமிட நடனம் ஆடினார் வெகுநாகரே கமாகவே கனக சபை நடனம் ஆடினார் வெகுநாகரே கமாகவே கனக சபையில் ஆனந்த நடனம் ஆடி त्रिपुर सुंदरी त्रिपुर सुंदरी त्रिशूलिनी परिपालिनी जगन्मोहिनी सिंहवाहिनी त्रिपुर सुंदरी त्रिशूलिनी परिपालिनी जगन्मोहिनी सिंहवाहिनी त्रिपुर सुंदरी त्रिशूलिनी परिपालिनी जगन्मोहिनी सिंहवाहिनी चंडमुंड संहारिणी शंकरी सुंदरी वंदनयादरि त्रिपुर सुंदरी त्रिशूलिनी परिपालिनी जगन्मोहिनी सिंहवाहिनी
மாதவ புகழ் மீனலோச்சனி மாதவ புகழ் மீனலோச்சனி மானிதர் பணியும் காணேரி மாதவ புகழ் மீனலோச்சனி மானிதர் பணியும் காணேரி ஞானம் தரும் கலைவாணி நீ நலம் தேடி அருள் புவனேஸ்வரி ஞானம் தரும் கலைவாணி நீ நலம் தேடி அருள் புவனேஸ்வரி சரிக நிகம கம பமகரி நிகம கம பம பத பதனி பதனி தனி சனி 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 கரி சரி தனி சனி த பதனி கரி சனி த ரி சானி த ப கரி சனி த ரி சானி த பத பமகரி திரிபுர சுந்தரி त्रिशूलिनी परिपालिनी जगन्मोहिनी सिंहवाहिनी त्रिपुर सुन्दरी கணக்கிலடங்கா உயிர்களை இங்கு தினம் படைத்தாய் நிலக்கவும் செய்தாய் கணக்கிலடங்கா உயிர்களை இங்கு தினம் படைத்தாய் நிலைக்கவும் செய்தாய் எனக்கும் ஒரு வழி கொடுத்தாய் சுகம் கொடுத்தாய் நல்லிடம் கொடுத்தாய் எனக்கும் ஒரு வழி கொடுத்தாய் சுகம் கொடுத்தாய் நல்லிடம் கொடுத்தாய் அகம் குளிர புகழ் தந்து அவனீரேனை அணிக்க வைத்த மதக்கவலை மடிய செய்து நினைத்த போதிலும் பேரருள் தந்த அகம் குளிர புகழ் தந்து அவனீரேனை அணிக்க வைத்த மனக்கவலை மடிய செய்து நினைத்த போதிலும் பேரருள் தந்தாய் சரிக நிகம கம பமகரி நிகம கம பம பத பதனி பதனி தனி சனி 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 கரி சரி சனி சனி த பதனி கரி சனி த ரி சானி த ப கரி சனி த ரி நித பத ப மகரி திரிபுர சுந்தரி त्रिशूलिनी परिपालिनी जगन्मोहिनी सिंहवाहिनी चण्डमुण्ड संहारिणि शङ्करि सुन्दरि वन्दनयाधरि त्रिपुर सुन्दरी त्रिशूलिनी परिपालिनी जगन्मोहिनी सिंहवाहिनी चण्डमुण्ड संहारिणि शङ्करि सुन्दरि वन्दनयाधरि त्रिपुर सुन्दरी जगन्मोहिनी परिपालिनी
சுந்தரஞ்சு பெண்மயிலே அந்தரங்கமாமயிலே தோகையே நான் உண்மையலே சொல்லும் நல்ல செய்திகளால் சுந்தரஞ்சு பெண்மயிலே அந்தரங்கமாமயிலே தோகையே நான் உண்மையலே சொல்லும் நல்ல செய்திகளால் பந்தடிக்கும் மேடையிலே பந்தடிக்கும் மேடையிலே வந்து விளையாடையிலே பந்தடிக்கும் மேடையிலே வந்து விளையாடையிலே பார்த்து நின்ற ஜாடையிலே பறிகொடுத்து என் மனதை பார்த்து நின்ற ஜாடையிலே பறிகொடுத்து என் மனதை பறிகொடுத்து என் மனதை சுந்தரஞ்சு பெண்மகிலே அந்தரங்கமாமகிலே தோகையே நான் உண்மையலே சொல்லும் நல்ல செய்திகளால் நின்ற நிலை நினைந்து வரும் பொன்னொருவர் பூவுதிரும் நின்ற நிலை நினைந்து வரும் பொன்னொருவர் பூவுதிரும் நெசமுள்ள கண்கவரும் நிர்மல ஸ்வரூபனடி நெசமுள்ள கண்கவரும் நிர்மல ஸ்வரூபனடி நிர்மல ஸ்வரூபனடி சுந்தரஞ்ச பெண்மகிலே அந்தரங்கமாமகிலே தோகையே நான் உண்மையலே சொல்லும் நல்ல செய்திகளால் ஆசை முகம் எனக்கு காட்டி அன்பு கரணல் மூடி ஆசை முகம் எனக்கு காட்டி அன்பு கண்ணல் மனதில் மூடி பசமுள்ள சீமாட்டி பார்வையில் மறந்தேன் நடி பார்வையில் மறந்தேன் நடி ஆசை முகம் எனக்கு காட்டி அன்பு கண்ணல் மனதில் மூடி பசமுள்ள சீமாட்டி பார்வையில் மறந்தேனடி பார்வையில் மறந்தேனடி சுந்தரஞ்சே பெண்மகிலே அந்தரங்கமாமகிலே தோகையே நான் உண்மையலே சொல்லும் நல்ல செய்திகளாய் சுந்தரஞ்சே பெண்மகிலே அந்தரங்கமாமகிலே தோகையே நான் உண்மையலே சொல்லும் நல்ல செய்திகளால் பந்தடிக்கும் மேடையிலே வந்த விளையாடையிலே பந்தடிக்கும் மேடையிலே வந்த விளையாடையிலே பந்தடிக்கும் மேடையிலே வந்த விளையாடையிலே பார்த்து நின்ற ஜாடையிலே பறிகொடுத்தேன் என் மனதை பார்த்து நின்ற ஜாடையிலே பறிகொடுத்தேன் என் மனதை பறிகொடுத்தேன் என் மனதை பறிகொடுத்தேன் ಗೀತ ದುನಿ ಕೂತ ಕದಿಂದ ತಿಗಿಟ ತೋನ್ ನಾಚಿರ ಗೋರಿ ಕಾಮ್ನೆ ಕಂಪೀದ ತಿರಗ ಗೀತ ದುನಿ ಕೂತ ಕದಿಂದ ತಿಗಿಟ ತೋನ್ ನಾಚಿರ ಗೋರಿ ಕಾಮ್ನೆ ಕಂಪೀದ ತಿರಗ ಗೀತ ದುನಿ ಕೂತ ತದಿಗಿಟ ತೋ ನಾಚದ ಗೋರಿ ತಂದಿದ ಪೀದ ತಿರಗ ತುಂಗೇದ ತುನಿ ಪೋದ
तति कीटतो नाचिरग गोरी तांडितं तीरते तिरगतु गीततो निकोदकदी तिरगतु गीततो निकोदकदी तति कीटतो नाचिरग गोरी तांडितं तीरते तिरगतु गीततो निकोदकदी तति कीटतो नाचिरग गोरी तांडितं तीरते तिरगतु गीततो निकोदकदी तति कीटतो नाचिरग गोरी तांडितं तीरते तिरगतु गीततो निकोदकदी तति कीटतो नाचिरग गोरी तांडितं तीरते तिरगतु गीततो निकोदकदी तांडितं तीरते तिरगतु गीततो निकोदकदी तति कीटतो नाचिरग गोरी तांडितं तीरते तिरगतु गीततो निकोदकदी कीटतो नाचिरग गोरी तांडितं तीरते तिरगतु गीततो निकोदकदी तति कीटतो नाचिरग गोरी तांडितं तीरते तिरगतु गीततो निकोदकदी विरगतु गीततो निकोदकदी तति कीटतो नाचिरग गोरी तांडितं तीरते तिरगतु गीततो निकोदकदी तति कीटतो नाचिरग गोरी तांडितं तीरते तिरगतु गीततो निकोदकदी तति कीटतो नाचिरग गोरी तांडितं तीरते तिरगतु गीततो निकोदकदी तति कीटतो नाचिरग गोरी बाज पायल कहो जनन जनन 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 तू जनन 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 तू जनन 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 गीततो निकोदकदी तति कीटतो नाचिरग गोरी तांडितं तीरते तिरगतु गीततो निकोदकदी तति कीटतो नाचिरग गोरी तांडितं तीरते तिरगतु गीततो निकोदकदी तति कीटतो नाचिरग गोरी तांडितं तीरते तिरगतु गीततो निकोदकदी तान गावे तकदते तते तान गावे तकदते तते तान गावे तकदते तते तान गावे तकदते तते ते तते तगददा दीम तकिट तकदीम दीम तकिट तकदीम
कहूँ मैं सावरो पद्मनाभ तुम्हारी लीला क्या कहूँ मैं सावरो पद्मनाभ तुम्हारी लीला क्या कहूँ मैं सावरो ताप संकट स्मरणे आयो सो हमारो तुम गरो ताप संकट स्मरणे आयो सो हमारो तुम गरो तदिन तदिन निरन उद निरद निद निद दिन तदिन निरन तदिन तदिन निरन उद निदद निद निद दिन तदिन निरन तदिन तदिन निरन उद निदद निद निद दिन तदिन निरन राधित्तु ततः तदग ततर तर तदरि गलरि गलरि तकुंत ताम दानि तकुंत माम दानि तकुंत ताम दानि दिन 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 तरि गलरि तुम तग तरि गलरि दिन 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 तगरि कुतरि गलरि गीत दोनि कुतरि तति गीत दो नाचिर गोरी तांबिदं पीडति गिरर तुरी डरोनि कुतरि तति गीत दो नाचिर गोरी तांबिदं पीडति गिरर तुरी दोनि कुतरि दोनि कुतरि दोनि कुतरि मदन गोपाल दे मंगलम मंदराधर दे मंगलम मदन गोपाल दे मंगलम मंदराधर दे मंगलम मदन गोपाल दे मंगलम मंदराधर दे मंगलम सामज पोषण शत्रु विभीषण संप्रद कौस्तुभभूषण कामितदायक कमलनायक सोमविनयते मंगलम मदन गोपाल दे मंगलम मंदराधर मंगलम मदन गोपाल दे मंगलम मंदराधर मंगलम मदन गोपाल दे मंगलम मंदराधर मंगलम मदन गोपाल दे मंगलम ശിവരഞ്ജിനിയുടെ സ്നേഹസമ്മാനം സ്വീകരിക്കുന്നതിന് നമ്മുടെ പക്കമേളക്കാരെ വേദിയിലേക്ക് ഓരോരുത്തരെയായി ക്ഷണിക്കുകയാണ്. ഈ വേദിയെ തൻ്റെ ശബ്ദ സൗകുമാര്യം കൊണ്ട് സംഗീത സാന്ദ്രമാക്കിയ ഭാഗ്യലക്ഷ്മി ഗുരുവായൂർ, മൃദംഗത്തിൽ താളവിസ്മയം തീർത്ത് ശ്രീ കലാമണ്ഡലം ചാരുദത്ത്, വയലിനിൽ നാദപ്രപഞ്ചം തീർത്ത ശ്രീ സുരേഷ് നമ്പൂതിരി ഇരിങ്ങാലക്കുട,
പുല്ലാങ്കുഴൽ വാദനത്തിലൂടെ ഈ വേദിയെ രാഗസമ്പൂർണമാക്കിയ ശ്രീ രഘുനാഥ് സാവിത്രി ചാലക്കുടി. മായാദർപ്പണയുടെ അമരക്കാരനായ ശ്രീ ബഷീർ വർഷങ്ങളായി ശിവരഞ്ജിനിയുടെ കൂടെ നിൽക്കുന്ന, നമ്മളെല്ലാവരും എപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്തിട ചാനലിലൂടെ കാണാറുള്ള വളരെ ഭംഗിയായിട്ടുള്ള ചിത്രങ്ങളുടെ പിന്നിൽ ഇദ്ദേഹമാണ്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വർഷം മുൻപ് കൂടൽമാണിക്യം ഉത്സവത്തിൽ ശ്രീലേടത്തേക്കും പ്രീതി മിസ്സിനും പാടിയിട്ടാണ് ഞാൻ ഈ ഒരു കരിയർ ഞാൻ തുടങ്ങുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ട്വിസ്റ്റായിരുന്നു എൻ്റെ മ്യൂസിക്കൽ കരിയറിൽ. ഇന്ന് ഞാൻ എൻ്റെ 15 വർഷത്തെ ഈ യാത്ര, ഇത് 15ാമത്തെ വർഷം, ഈ യാത്ര തുടരുമ്പോൾ ഇവർ രണ്ടുപേരും 25ാം വർഷം ആഘോഷിക്കുന്ന ആൾക്കാരാണ്. അത് എൻ്റെ സഹോദരി തുല്യരായ, മാതൃതുല്യരായ, ഗുരുതുല്യരായ, സ്നേഹനിധിയായ രണ്ടുപേരുടെ ഇത്രയും വർഷത്തെ കഠിനാധ്വാനത്തിലും വളർച്ചയിലും എനിക്കൊരു ചെറിയ ഭാഗമാവാൻ പറ്റിയത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഏടത്തി, നമുക്ക് ആർക്കും അങ്ങനെ ഒരു ഏടത്തിനെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ഏടത്തി തരുന്ന ആ ഒരു കെയർ, സപ്പോർട്ട് എന്ത് കാര്യങ്ങളിലാണെങ്കിലും എന്താണെങ്കിലും എന്നും ഇതുപോലെ 1000 കുട്ടികളെ ഇൻസ്പയർ ചെയ്യാനും പഠിപ്പിക്കാനും അമ്മയാവാനും ഒക്കെ എന്നും ആ ഒരു കൃപ നിറഞ്ഞൊഴുകട്ടെ എപ്പോഴും എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സർവേശ്വരൻ ഏടത്തിക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും കലയും നൽകി എന്നും അനുഗ്രഹിക്കട്ടെ. എന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഒത്തുചേരാൻ പറ്റട്ടെ. ഞാൻ എല്ലാ വേദികളിലും പറയാറുണ്ട്, നമുക്ക് പണം, പെരുമ, കഴിവ് ഇതൊക്കെ ഉണ്ടെങ്കിലും സത്സംഗമില്ലെങ്കിൽ അത് ബാക്കിയുള്ളതൊന്നും ഉണ്ടായിട്ടൊരു കാര്യമില്ല. നമ്മൾ ആരെയായിട്ട് സത്സംഗത്തിൽ ഏർപ്പെടുന്നു, നമ്മൾ ആരെയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മളുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് എന്നും ഈ സത്സംഗത്തിൽ എന്നും ഒരു ഭാഗമാവാൻ ഈശ്വരാനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. ശ്രീ രഘുനാഥ് സാവിത്രി. എല്ലാവർക്കും നമസ്കാരം. എനിക്കും സുരേഷിനും ചാരുവിനും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്നേക്കാൾ അടുപ്പം അവർക്ക് രണ്ടുപേർക്കാണ് ശ്രീലോപ്പളായിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ഒരു 2-3 വർഷമായിട്ടേ വായിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അതിനു മുമ്പും ശ്രീലോപ്പളെ അറിയാം, ശ്രീലോപ്പളുടെ ആക്ടിവിറ്റീസ് അറിയാം. ഒരു സ്ഥാപനം ഇതുപോലെ 25 കൊല്ലം നല്ല നിലയിൽ നടത്തുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിട്ടയായിട്ട് നടത്തുക എന്നുള്ളത് നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. ഇവരുടെ ഗ്രൂപ്പ് കോറിയോഗ്രാഫിയുടെയൊക്കെ ആ ഒരു രസമായിട്ട് ചെയ്യുന്നത്. ശ്രീലോപ്പൾ ഇനിയും ധാരാളം കുട്ടികളെ പഠിപ്പിക്കാൻ അവസരമുണ്ടാവട്ടെ. എല്ലാ നന്മകളും നേരുന്നു. നന്ദി. ഇന്നിവിടെ ചമയമൊരുക്കി ഈ നർത്തകിമാരെ ഇത്ര സുന്ദരികളായിട്ട് സ്റ്റേജിലേക്ക് അണിയിച്ചൊരുക്കിയ ശ്രീ ബാബു ഇരുമ്പിളിയത്തിനെ ആദരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് ഈ പരിപാടിയുടെ വെളിച്ചക്രമീകരണം നിർവഹിച്ച ശ്രീ ആബിദ് മംഗലം, ശബ്ദ സംവിധാനം നിർവഹിച്ച ശ്രീ ജയേഷ് തൃശൂർ. അടുത്തതായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഈ വേദിയിൽ നമ്മോടൊപ്പം എല്ലാത്തിനും ഉണ്ടായിരുന്ന പ്രീതി ടീച്ചർ.
അടുത്തത് രഞ്ജിഷേട്ടൻ, നമ്മുടെ വീഡിയോഗ്രാഫർ. ഇന്നീ വേദിയിൽ അരങ്ങേറ്റം കുറിച്ച ഈ നർത്തകിമാരുടെ വക ശ്രീമതി ശ്രീല നല്ലേടത്തിന് അവരുടെ ഗുരുവിന് ഒരു സ്നേഹ സമ്മാനം. എനിക്ക് കുറേ കാലം എൻ്റെ കൂടെ കുഞ്ഞു വാവയം നടക്കാൻ തുടങ്ങിയത് ഞങ്ങളുടെ അവിടെ വന്നിട്ടാണെന്ന് ഞാൻ പറയാറുണ്ട്. അത് ഒട്ടും അതിലൊരു അതിശയോക്തിയില്ല. അപ്പോൾ ദൈവനെ ഒരു കുഞ്ഞു സമ്മാനം. കുറേ ഉന്നതികളിലെത്തിയിട്ട് ഇപ്പോഴും ടീച്ചറുടെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. നല്ല ഡാൻസറാണ്, നന്നായി പഠിക്കും. അതിൻ്റെ പുറമെ ഇപ്പോൾ ഗൈഡ്സ് NCCയുടെ നാഷണൽ ലെവലിൽ പോയി പരേഡിനൊക്കെ RDC പരേഡിനൊക്കെ പങ്കെടുത്ത് വിജയിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു ആദരിക്കൽ, അങ്ങനെ പറയട്ടെ, ഒരു ആദരം ശിവരഞ്ജിനിയുടെ. പ്രിയമുള്ളവരെ, ശ്രീല ടീച്ചർ പാട്ടിൽ തുടങ്ങി നൃത്തം വഴി അഭിനയത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഷാജു സാറാണ് പറഞ്ഞു തോന്നുന്നു, അത് ചാന്ദിനി എന്നറിയില്ല, അരങ്ങിൽ നിന്ന് അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്കല്ല, അരങ്ങിൽ നിന്ന് അടുക്കളയിലേക്കാണ് ശ്രീല വന്നത്. എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരിയാണ് ശ്രീല. അപ്പം പാട്ട്, നൃത്തം, അഭിനയം, ഈ മൂന്നിൻ്റെ ആദ്യ മധ്യാന്തങ്ങളിൽ ഞാനും ഭാഗവാക്കായിട്ടുണ്ട്. ഞാനായിട്ടല്ല, പാട്ട് പഠിക്കാൻ എൻ്റെ മൂത്ത മോളും നൃത്തം പഠിക്കാൻ രണ്ടാമത്തെ മോളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ശിവരഞ്ജിനിയുടെ ഭാഗമായുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞാൻ. അതുകൊണ്ട് ഈ ടീച്ചറുടെ ഈ 25ാം വാർഷികം ആഘോഷിക്കുന്ന ശിവരഞ്ജിനി നൃത്ത വിദ്യാലയത്തിനും ടീച്ചർക്കും ടീച്ചറുടെ ശിഷ്യകൾക്കും എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. വെടുപ്പായിട്ട് ഒരു ഊണ് കഴിക്കുന്ന പോലെയാണ് ശ്രീലയെ കാണുന്നതും ശ്രീലയോട് സംസാരിക്കുന്നതും ശ്രീലയുടെ ഒരു പരിപാടി പങ്കെടുക്കുന്നതും. രണ്ടും സത്യം പറഞ്ഞാൽ കലയാണ്. ഭക്ഷണവും നൃത്തവും അഭിനയവും ഇതിനെയൊക്കെ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ചിട്ടയിൽ, ഞാൻ ഈ കുട്ടികളെ കാണുമ്പോഴും ഞാനങ്ങനെ ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ഇത് കാണാൻ ശീലിക്കുന്ന ഒരാളല്ല, പക്ഷെ ഇഷ്ടമാണ് എല്ലാ കലകളും. ഒരു നാടകക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറ്റാവുന്ന ഏത് രീതിയിലുള്ള എല്ലാ കലകളും കാണും. എനിക്ക് തോന്നിയൊരു കാര്യം, ഇതിൻ്റെ ഒരു വൃത്തി, ഒരു ഒഴുക്ക് എല്ലാ മേഖലയിലും, സർവ്വ മേഖലയിലും സ്ത്രീയിൽ ഇടപെടുന്ന എല്ലാ മേഖലയിലും വെച്ചു പുലർത്തുന്ന ഒരു കൃത്യനിഷ്ഠത, ആ വൃത്തി, ഒഴുക്ക്, കണക്ക്, അതുതന്നെയാണ് നമ്മളെ ഈ ഒരു അവതരണത്തിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത്. തുടർന്നും എന്താ പറയുക, വൈവിധ്യങ്ങളോടെ ഇത്തരം ഇങ്ങനെയുള്ള കുട്ടികളെ ഒരുക്കാൻ ശ്രീലേക്ക് ആവട്ടെ. എന്നെ ഇങ്ങനെ വിളിച്ചതിൽ ശ്രീയിലോടുള്ള ഒരുപാട് സ്നേഹം. നന്ദി. ശംഭോ മഹാദേവ. നമസ്കാരം. ആദ്യം ഞാൻ ക്ഷമ ചോദിക്കട്ടെ.
ഞാൻ ഒന്നും കാണാണ്ടാണ് ഇപ്പോൾ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത്. ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ഒരു സമാപനമായിട്ടുള്ള 2 വാക്ക് പറയുന്നത് കേട്ടപ്പോൾ ഒന്ന് ഓടിപ്പോരുണ്ടായി. കൃത്യന്തര ബാഹുല്യം തന്നെ പറഞ്ഞ് തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. അപ്പോൾ എങ്ങനെയായാലും ഇപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായത്, അവസാനം ആ ഒരു പദം ഒരു കഷ്ണം മാത്രം കേട്ടു, അത്രയേ ഉള്ളൂ. ഏതായാലും ഇത്തരം ഒരു സമ്പ്രദായത്തിൽ തിരുവേപ്പുറത്തേവരുടെ സാന്നിധ്യത്തിൽ മനോഹരമായിട്ടുണ്ടാവും എന്ന് പ്രേക്ഷകരുടെ മുഖം കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഇനിയും തനതായ സമ്പ്രദായത്തിൽ ഭരതനാട്യമായാലും കുച്ചിപ്പുടി ആയാലും വൃത്തിയായിട്ട് കുട്ടികളെ ഒരുക്കി അരങ്ങേറ്റാൻ സാധിക്കട്ടെ എന്ന് മഹാദേവനെ സാക്ഷിയാക്കിയിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള കഴിവ് ഇനിയും മഹാദേവൻ കൊടുക്കട്ടെ. മഹാദേവനാണല്ലോ നാട്യ ആചാര്യൻ, നൃത്ത ആചാര്യൻ. നടരാജൻ്റെ തൃപ്പാദങ്ങളിൽ ആയിട്ട് സമർപ്പണം ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്കൊക്കെ തന്നെ ശ്രേയസ് വരാതെ കണ്ടിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. അതിന് ഈ വേദി തന്നെ തിരഞ്ഞെടുത്തതിൽ അങ്ങേയറ്റം സന്തോഷവുമുണ്ട്. കാരണം ഈ നടരാജൻ്റെ തൃപ്പാദത്തിൽ നടരാജ നൃത്തങ്ങൾ അവതരിപ്പിക്കുമ്പോൾ തന്നെയാണ് ആ ഒരു ക്ഷേത്രത്തിലെ ചൈതന്യം വർദ്ധിച്ചു വരിക. അതിനും കൂടി സഹായകരമായി എങ്ങനെയായാലും ഈ മനോഹരമായ രൂപത്തിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ട ഇതിന് ശ്രീലയ്ക്കും കുട്ടികളെ തയ്യാറാക്കാനുള്ള ശേഷിയും ശേമുഷിയും ഈശ്വരൻ നൽകട്ടെ. ഇതോടുകൂടി തന്നെ ഈ നാടിനും ഒരു പേരും പെരുമയും ഉണ്ടാകാൻ. തിരുവേപ്പുറ ശരിക്ക് കലാകാരന്മാരുടെ നാടാണ്. ഓരോ കലാകാരന്മാരും അതാത് നാട്ടിലെ ശ്രേയസ് ഉയർത്തുന്നവരാണ്. അതിന് ഇനിയും കഴിയട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെ പേരിലും ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും സേവാ സമിതിയുടെയും കുട്ടികളുടെയും ഒക്കെ പേരിൽ നന്ദി രേഖപ്പെടുത്തട്ടെ. ശംഭോ മഹാദേവ. ഇത്രയും നേരം ഈ വേദിയിൽ എല്ലാവരെ കൊണ്ടും ആശംസകൾ പറയിക്കുകയും നന്ദി പറയിപ്പിക്കുകയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. 2 വാക്ക് ഔപചാരികതയുടെ യാതൊരു വിധത്തിലുള്ള ഒരു ഔപചാരികതയും ഇല്ലാതെ ഏറ്റവും നിറഞ്ഞ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ എൻ്റെ സ്വന്തം ഏടത്തിക്ക് ഈ രജതവും കഴിഞ്ഞ് സുവർണ ജൂബിലി ഇനിയും ഒരുപാട് മക്കളെ അഭ്യസിപ്പിക്കാൻ സാധിക്കട്ടെ. നിറഞ്ഞ വേദികൾ ഇനിയും ഒരുപാട് അവതരിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. മൈക്ക് ഏടത്തേക്ക് കൈമാറാം. എല്ലാവർക്കും നമസ്കാരം. നേരം വൈകി. എനിക്ക് തോന്നുന്നു തിരുവേഗപ്പുറ വേദി എന്നൊക്കെ തന്നെയാണ് ഈ സ്റ്റേജിൽ തന്നെയാണ് എൻ്റെ കുട്ടികളുടെ അരങ്ങേറ്റങ്ങളൊക്കെ കുറേ ഉണ്ടായിരിക്കുന്നത്. ഗുരുവായൂരും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്താണ് ഇങ്ങനെ ഒരു ലൈറ്റും സ്റ്റേജും ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. വേറൊന്നുകൊണ്ടല്ല, എൻ്റെ കുട്ടികളും ഞാനിങ്ങനെ അവിടെയും ഇവിടെയും പോകുമ്പോൾ ഓരോ പ്രോഗ്രാംസൊക്കെ കാണുമ്പോൾ വലിയ മോഹമാണ് എൻ്റെ കുട്ടികൾ അങ്ങനെ ലൈറ്റപ്പ് ചെയ്ത സ്റ്റേജ്, അങ്ങനെയുള്ളൊരു സൗണ്ട് വേറെ വേണം. ഇതിനൊക്കെ വേറെ തലങ്ങളാണ് എന്ന് മനസ്സിലാക്കി തന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് അതെനിക്കും പ്രാവർത്തികമാക്കണം എന്നുള്ള ഒരു വാശി തന്നെയാണ് സത്യം പറഞ്ഞാൽ എന്നെ ഇതുവരെ എത്തിച്ചത്. അതിന് എൻ്റെ കുട്ടികളുടെയും രക്ഷിതാക്കളോടും വളരെയധികം നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന, എൻ്റെ ഒപ്പം ഡാൻസ് ക്ലാസ്സിൽ ഉണ്ടാവുന്നപ്പോൾ രാഗേന്ദു, ദേവും, അമ്മും ആരായാലും ഇവരൊക്കെ ഞാൻ പറയുന്ന ചീത്തകൾ അവരെയാണ് പറയുക. ഈ പഠിപ്പിക്കുന്ന കുട്ടികളെയല്ല ഞാൻ ചീത്ത പറയാറ്. സീനിയർ കുട്ടികളോടാണ് എൻ്റെ തല്ലുകൂട്ടവും പിണക്കവും ഒക്കെ. അവരതൊക്കെ സഹിച്ച് എൻ്റെ പിന്നാലെ ഒരു അമ്മയോട് മക്കൾ എങ്ങനെ തല്ലുകൂടിയാൽ അവർ പിന്നെയും യോജിച്ച് നിൽക്കുമല്ലോ, അതേമാതിരി തന്നെയാണ്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, മക്കളാണോ ഞാൻ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ. ഞാൻ തന്നെ പറയാറ്, അവരുടെ അമ്മ കൂടെ ഉണ്ടെങ്കിലും ചോദിക്കും, ഇത് മക്കളാണല്ലേ എന്ന്. എന്തായാലും വലിയ സന്തോഷം. ഈ സമയത്ത് എനിക്ക് ഏറ്റവും അധികം ആദ്യം സ്മരിക്കേണ്ടത് എൻ്റെ ടീച്ചർ കലാമണ്ഡലം ശ്രീദേവി ഗോപിനാഥ്, അതുപോലെ ഗോപിയേട്ടൻ മരിച്ച് അധികം ദിവസമായിട്ടില്ല, അതുകൊണ്ട് ടീച്ചർക്ക് വരാൻ പറ്റിയില്ല. എന്നെ
ഇത്രയും ഇതുവരെ 25 കൊല്ലം, ശരിക്കും 25 കൊല്ലമല്ല, 26, 27 കൊല്ലമായി എനിക്ക് പഴയൊരു പുസ്തകം കിട്ടിയപ്പോൾ ഈ ഒരു ദിവസമാണ് ഞാൻ മെയ് 20 സിസ്റ്റമാറ്റിക്കായിട്ട് ക്ലാസ് എഴുതി വെച്ചൊക്കെ എടുക്കാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഒരു 99 ഞാൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു ക്ലാസ് കൃത്യമായിട്ട് ഒരു ഹോളൊക്കെ ഉണ്ടാക്കി, ആദ്യം തൊഴുത്തിലായിരുന്നു ക്ലാസ്, ചാണകം മെഴുകിയെന്നല്ലോ തൊഴുത്തിനെ വൃത്തിയാക്കിയിട്ട് അങ്ങനെ ഒരു ക്ലാസ്സാണ്. ഇന്നിപ്പോൾ അത് വലിയൊരു 1,800 സ്ക്വയർ ഫീറ്റ് നീളം വീതിയുള്ള ഒരു വലിയ ഹോളാക്കാൻ സാധിച്ചതൊക്കെ എല്ലാം എൻ്റെ ടീച്ചറുടെ അനുഗ്രഹം മാത്രമാണ്. അതുപോലെ ഗീതാ പത്മകുമാർ, ഞാൻ തനിയെ നട്ടുവാങ്കം ചെയ്യാൻ തുടങ്ങിയത് ഒരു പക്ഷേ ഗീച്ചി പറഞ്ഞിട്ടായിരിക്കണം. ഗീച്ചിയാണ് അതിന് സപ്പോർട്ട്. എനിക്ക് നെടുന്തൂണായിട്ട് നിന്നിട്ട്, മറ്റേത് പേടിയാണ്, അയ്യോ ഞാൻ ചെയ്താൽ തെറ്റും. ഇപ്പോഴും ശരിയായിട്ടൊന്നുമല്ല, എന്നാലും കുട്ടികളുടെ കാലുകൾക്കനുസരിച്ച് കുറേശ്ശെ കൊട്ടാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, നട്ടുവാങ്കം വായിക്കേണ്ടതെന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഈ അവസരത്തിൽ ഗീച്ചീനെയും എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായ ആളാണ് ഗീതാ പത്മകുമാർ, കുച്ചിപ്പുടി ആർട്ടിസ്റ്റ്. സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു. പിന്നെ ഇന്നിവിടെ എത്തിച്ചേർന്ന ഷാജു, ചാന്ദിനി, ദീപ, മോനേട്ടൻ, പിന്നെ ദേവേട്ടൻ, സാരഥിയേട്ടൻ, എല്ലാവരോടും എൻ്റെ നന്ദി. എല്ലാ രക്ഷിതാക്കൾക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഞാൻ കുറേ കുട്ടികളെയൊക്കെ ഇവരെ കൂടെ നിർത്തിയിട്ടാണ് പഠിപ്പിക്കാറ്. അത് വേറെ ഒന്നുകൊണ്ടല്ല, അവർക്കൊരു തമ്മിലൊരു ഇൻറ്റിമസി വരട്ടെ വിചാരിച്ചിട്ടാണ്. ഒരു ഗ്രൂപ്പ് പെർഫോമൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് അതുതന്നെയാണ്. ആ കുട്ടികൾ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോഴന്നെയാണ് ആ പരിപാടിക്ക് വിജയം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് വെളിച്ചം, അത് ആബിദാണ്. ആബിദിനെയും പടുത്ത് കിട്ടിയൊരു കൂട്ടാണ്. ജയേഷ് ആബിദിനേക്കാൾ കുറച്ച് മുമ്പ് സൗണ്ട്, ജയേഷ് തൃശ്ശൂർ, ബഷീർ, മഹേഷ്, രഞ്ജീഷ്, ഇവരൊക്കെ കുറേ കാലമായിട്ട് കൂടുള്ളവരാണ്. വീഡിയോഗ്രാഫി, മായാദർപ്പണക്കാർ. അതുപോലെ റൗഫ്, സ്റ്റേജ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് തന്നത് റൗഫാണ്. ഞാൻ ഇത്തിരി നീളം കൂട്ടണം കേട്ടോ, ഒരു ദിവസം ഒരു 3 പ്രാവശ്യം വിളിക്കും റൗഫിനെ, സ്റ്റേജിൻ്റെ അവിടെ അങ്ങനെ വേണം കേട്ടോ, ഇങ്ങനെ വേണം കേട്ടോ എന്ന് പറഞ്ഞ് കർട്ടൻ വരെ കീറി വെക്കാറുണ്ട്. അത്രയും സഹിച്ച് കൂടെ നിൽക്കുന്നുണ്ട് റൗഫ്. ഇങ്ങനെ ഓഡിറ്റോറിയന്മാരെ ആക്കി തരണം, അതൊക്കെ പറഞ്ഞ് റൗഫിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അതുപോലെ ഈ ഡെക്കറേഷൻ ചെയ്തത് ദിനേഷിനാണ്, ദിനേഷിനോടും നന്ദി പറയുന്നു. എല്ലാറ്റിനും ഉപരി ഈ മനോഹരമായ വേദി ഒരുക്കി തന്ന തിരുവേഗപ്പുറ ക്ഷേത്ര ഭാരവാഹികളോട് എൻ്റെ അകമഴിഞ്ഞ് നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു.